ലില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊടുത്ത പെണ്ണ. ഞാനിവിടെ വന്നാൽ എന്തൊരു പച്ചവെള്ളം തരണമെങ്കിൽ അവളേ ഉള്ളൂ. തങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കൊടുത്തത് അക്ലീറ്റോ വിളിച്ച് അവന്റെ കൂടെയാണ് പോകും. ലില്ലിയുടെ പോലെയാണ് തങ്കം. എന്ത് പറഞ്ഞാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓ, നീ അല്ലെങ്കിലും തങ്കത്തിന്റെ ആളാണല്ലോ. അപ്പൊ ഞാൻ എന്താ വേണ്ടത്? തങ്കത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയണം. പറയണം. അനക്ക് വേണ്ടിട്ട് വേണേ പറയാം. പക്ഷെ ലില്ലിയോടെ താല്പര്യം എനിക്ക് വേണം, പറയണം. ഓ എന്ത് പെണ്ണുങ്ങളാണത്? അവിടെ ഒന്ന് പറഞ്ഞാ മതി. ഈ കുടുംബശ്രീ ഉണ്ടാക്കിയതാരാ? ഞാൻ. എവളെ കുടുംബശ്രീയിൽ ചേർത്തതാരാ? ഞാൻ. ഈ കാണാവുന്ന ലോകം മുഴുവൻ ബാങ്കായ ബാങ്കെല്ലാം ഇറങ്ങി ഇവർമാർക്കൊക്കെ ഈ ലോൺ എടുത്തു കൊടുത്ത് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് ആരാ? ഞാൻ. എന്നെ ഒന്നും കാണാതെ ഒരൊറ്റ തട്ട്. ഇവിടെ എല്ലാവരും ഇരുന്ന് ചിരിച്ചില്ലേ? ഇല്ലേ? കണ്ണീര് പൊഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച്, കണ്ണീര് പൊഴിച്ച്. ആ പ്രാർത്ഥന ദൈവം കേട്ട്. അതുകൊണ്ട് എന്തായി? ഇപ്പൊ അവള് കയ്യാലപ്പുറത്തെ തേങ്ങയായി. ഒരു തട്ട് കെട്ടിയാ അപ്പുറത്തോട്ട്, ഒരു തട്ട് കെട്ടിയാ ഇപ്പുറത്തോട്ട്, അങ്ങനെയായി. അല്ലെങ്കിൽ അമ്മേ, ഇവളെല്ലാവരും ഇവളെ നാഴികക്ക് 40 വട്ടം പറഞ്ഞില്ല എന്നെ എല്ലാവരും കൂടി ജയിപ്പിച്ചതാന്ന് പറഞ്ഞില്ലേ? ആരുണ്ടിപ്പോ? എല്ലാവരും എൻ്റെ പുറകെ അടക്കുക. തങ്കം നീ ആയാ മതി എന്ന്. കയ്യിലിരിപ്പ് നന്നാവണ്ടേ? അങ്ങനെ ഇരിക്കും. എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. ദൈവം തമ്പുരാൻ പോലും പൊറുക്കൂല. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യത്തിനും ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നത്. മനസ്സിലായാ? എന്നോണ്ട് എനിക്ക് അതറിയാവുന്നോണ്ടല്ലോ ഇവിടെ ഞങ്ങളൊക്കെ നിന്റെ കൂടെ നിൽക്കുന്നേ. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, സത്യത്തില് ഈ കണക്കങ്ങ് എഴുതി വെക്കേണ്ട കാര്യമുള്ളൂ. കണക്ക് എഴുതാത്തതാ ഇപ്പൊ പ്രശ്നം. കണക്കെന്ന് പറഞ്ഞാൽ അവിടെ എന്തോരം പൈസയുടെ പരിപാടിയാണ് നടക്കണേ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കണക്കുകൾ നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കത് ഇഷ്ടപ്പെടില്ല. അവക്ക് അപ്പോഴത്തേനും വേറെ എന്തുകൊണ്ടൊരു സാധനം പറയുമല്ലോ, കോംപ്ലക്സ്. ആ സാധനം അങ്ങ് അടിക്കും. മനസ്സിലായാ? ഇനിയിപ്പോ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഞാൻ വീണ്ടും സെക്രട്ടറി ആകും. ആവണം. സെക്രട്ടറി ആയതിൽ നമുക്ക് ഭയങ്കര ചാടയാ. ഇല്ലേ? അമ്മായിക്ക് തോന്നിയിട്ടില്ല? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു പോടി അവിടെ നിന്ന് കുത്തിയിളക്കി വിടാതെ. കണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിന് പേര് ഇവിടെ കിടന്ന് ആരും വഴക്കൊന്നും ഉണ്ടാക്കരുത്. ബാക്കിയുള്ളവർ കുറച്ച് മനസമാധാനം വേണം. ആ ലില്ലി മോൾ അവിടെ കിടന്ന് വിഷമിച്ച് കിടന്നു. ആ റൊണാൾഡും ക്ലീറ്റും എത്ര സമാധാനിപ്പിച്ചിട്ടും അല്ല, അവളിപ്പോ അങ്ങനെ വിഷമിച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വേറെ ആളുടെ സാധനം തട്ടിയെടുത്തിട്ടല്ലേ. നീയാണ് അടുത്ത സെക്രട്ടറി എന്നൊക്കെ അറിഞ്ഞു ഞാൻ. ചെലവ് ചെയ്തട്ടാ, നന്നായി അത്. ഓ, നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ അമ്മാവ ആള് എനിക്ക് ഈ അധികാരത്തിനോട് ഒട്ടും മോഹമില്ലാത്ത ഒട്ടും മോഹമില്ല. ഇതിപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ നിർബന്ധിക്കണോണ്ട് ഞാൻ ആകാം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. എനിക്കൊക്കെ ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട്. നിർബന്ധിച്ചായിക്കോ ആവണത്. പിന്നെ പാടാന്നേ ഈ മീറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ആവാല്ലോ. അതിപ്പോ എന്താ ചെയ്യണേ? കഴിവെല്ലാവർക്കും ദൈവം കൊടുക്കൂലല്ലോ. മതിയാ? സന്തോഷായ? അമ്മാവൻ കാപ്പി കുടിച്ചിട്ട് പോവുള്ളേ? അതേലോ, കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചിട്ടാണല്ലോ പോണുള്ളൂ.